വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ മൈസെൽഫ് സച്ചിൻ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കിട്ടുന്ന ആൻസർ ശരിയാണെന്ന് നിങ്ങളും വെരിഫൈ ചെയ്യുക, നിങ്ങൾ ചെയ്ത അപ്രോച്ചും ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ഗിവൺ എ 3-digit നമ്പർ P, സം ഓഫ് ഡിജിറ്റ് ഓഫ് P ഈസ് Q ആൻഡ് Q ഈസ് R. ഓക്കെ, സോ P ഒരു 3-digit നമ്പറാണ്. ഇനി എന്ത് ചെയ്യണം? ദ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് R വേണം. സോ ഞാൻ എന്ത് ചെയ്യണം? ആറിനെ മാക്സിമൈസ് ചെയ്യണം. ആറിനെ മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്യൂവിനെ ഞാൻ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ക്യൂവിനെ ഞാൻ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു P എടുക്കുന്നു. P എന്ന് പറയുന്നത് എന്താ? 3-digit നമ്പർ. ദാറ്റ് മീൻസ് P ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 999. കാരണം 999 ആണല്ലോ മാക്സിമം വാല്യൂ തരുന്നത് Pയിൽ, അല്ലേ? 3-digit നമ്പർ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? P എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്യൂവിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം? ഇവിടെ Q ഞാൻ എന്ത് ചെയ്യുന്നു? P999 എടുത്തു കഴിഞ്ഞാൽ Q എന്ന് പറയുന്നത് Pയുടെ ഡിജിറ്റിൻ്റെ സം ആയിരിക്കും, വിച്ച് ഈസ് 9 + 9 + 9 വിച്ച് ഈസ് ഈക്വൽ ടു 27. Q എന്ന് പറയുന്നത് 27 അല്ലെങ്കിൽ 27നേക്കാളും ചെറുതായിരിക്കും, അല്ലേ? Q എന്ന് പറയുന്നത് 27 അല്ലെങ്കിൽ 27നേക്കാളും ചെറുതായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി 6 വേണം. 6 എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂവിൻ്റെ ഡിജിറ്റിൻ്റെ സമ്മാണ്. ഓക്കെ, ഞാൻ ക്യൂവിൻ്റെ ഡിജിറ്റിൻ്റെ സം എടുക്കുമ്പോൾ എനിക്കിവിടെ 2 + 7 9 കിട്ടും. ഇപ്പം ഞാൻ Q27 ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് 2 + 7 9 കിട്ടും. ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷനിൽ 9 ഉണ്ട്, പക്ഷേ Q എന്ന് പറയുന്നത് ഈക്വൽ ടു 27 എന്നല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അതായത് 27 താഴെയും വരാം. ഞാൻ 27 താഴെ ക്യൂവിനെ ഞാൻ 19 എന്നെടുത്തു. ക്യൂവിനെ ഞാൻ എന്തെടുത്തു? 19 എനിക്ക് എടുത്തുകൂടെ? കാരണം എന്താ? Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27 ആണ്. Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27 ഞാൻ എന്ത് ചെയ്തു? Q19 എന്നെടുത്തു. Q19 എന്ന് പറയുമ്പോൾ R എന്തായിരിക്കും? R ഈസ് ഈക്വൽ ടു 1 + 9 വിച്ച് ഈസ് 10. R എന്ത് വരുന്നുണ്ട്? Rന് 10 എന്നൊരു വാല്യൂ വരുന്നുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 9, അല്ലേ? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 9. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ D 10 ആണ്. ഓക്കെ, എല്ലാവരും ഒരു പരിധി വരെ ഒരു 50 to 60% ആൾക്കാരും മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്ത് ചെയ്യും? ഏറ്റവും വലിയ നമ്പർ, ഏറ്റവും വലിയ 3-digit നമ്പർ എടുക്കുന്നു, 999. അതിൻ്റെ ഡിജിറ്റിൻ്റെ സമ്മ് Q27. അപ്പോൾ നമ്മൾ കരുതും എന്താ? മാക്സിമം ക്യൂവിൻ്റെ ഡിജിറ്റിൻ്റെ സമ്മ് കിട്ടുന്നത് 2 + 7 9 ആയിരിക്കും എന്ന് കരുതും, അല്ലേ? 2 + 7 9 ആയിരിക്കും എന്ത്? മാക്സിമം സമ്മ് തരുന്നത്. ഇപ്പോൾ 2 + 7 9 കൊടുക്കുന്നു, ഓപ്ഷനിൽ 9 ഉണ്ട്, പോകും. നമ്മൾ എന്ത് ചെയ്യും? ആ ഓപ്ഷൻ കൊടുക്കും. പക്ഷേ ആ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ 19 എന്ന് പറയുന്ന ഒരു നമ്പർ എനിക്ക് കിട്ടും. ക്യൂവിനെ ഞാൻ 19 എന്ന് എടുത്താൽ Rന് മാക്സിമം എന്ത് കിട്ടാം? 9 + 1 10 കിട്ടാം, അല്ലേ? അതുപോലെ P999 ആകണമെന്നില്ല, 999നേക്കാളും ചെറുതുമാകാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഞാനിപ്പോൾ പോയിട്ട് ഇതിനെ 856 എടുക്കുക. P ഈസ് ഈക്വൽ ടു 856. അപ്പോൾ Q എനിക്ക് എന്ത് കിട്ടും? Q19 എന്ന് കിട്ടും, അല്ലേ? 3-digit നമ്പറാണ്. ഡിജിറ്റിൻ്റെ സം എടുത്തപ്പോൾ എനിക്ക് 19 കിട്ടി, അതിൻ്റെ സം എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 10 കിട്ടി. സോ Rൻ്റെ മാക്സിമം പോസിബിൾ വാല്യൂ 10 ആണ്. ഓക്കെ, 9 അല്ല, Rൻ്റെ മാക്സിമം പോസിബിൾ വാല്യൂ 10 ആണ്. സോ 999 മാത്രം വെച്ച് ചെയ്യരുത്. Pക്ക് 999 അല്ലെങ്കിൽ അതിൽ കുറവ് വരുന്ന വാല്യൂ എടുക്കാം. അതുപോലെ Qവിന് 27 അല്ല, 27ൽ കുറവുള്ള വാല്യൂ എടുക്കാം. എവിടെയാണോ ഡിജിറ്റ് മാക്സിമം കിട്ടുന്നത് നോക്കുക. ഡിജിറ്റിൻ്റെ സമ്മ് മാക്സിമം കിട്ടുന്നത് 19ലാണ്. സോ വിൽ ഗോ വിത്ത് 19. ആൻസർ ഈസ് 1 + 9 10 എന്ന് കിട്ടും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, X, Y ആൻഡ് Z. ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, കാരണം നമ്മൾ HCF LCM പഠിച്ചിട്ടില്ല. അത് പഠിക്കുന്ന ടൈമിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Now let's go back to X, Y, Z are 3 4-digit prime numbers. Consider, നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തതാണ്. സോ എക്സും വൈയും ഇസഡും 4-digit പ്രൈം നമ്പേഴ്സ് ആണ്. അതിനർത്ഥം എക്സും
വൈയും ഇസഡും എന്താണ്? ദേ ആർ ഓഡ് നമ്പേഴ്സ്. ഇനി എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് വിൽ ബി ഡെഫിനറ്റ്ലി ഓഡ്. ആൻസർ ഈസ് യെസ്, ട്രൂ. എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഓടാണ്. കാരണം ഓഡ് ഇൻറ്റു ഓഡ് എന്തായിരിക്കും ആൻസർ? ഓഡ് തന്നെയായിരിക്കും അല്ലേ? ഓഡ് ഇൻറ്റു ഓടേ കിട്ടുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഓഡ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2, എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ഈസ് ഈവൻ. എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് ഓഡ് പ്ലസ് ഓഡ് ഇൻറ്റു ഓഡ് അല്ല, ഇൻറ്റു ഇസഡ്. വാട്ട് ഈസ് ഓഡ് പ്ലസ് ഓഡ്? രണ്ട് ഓഡ് നമ്പറിനെ ആഡ് ചെയ്താൽ ആൻസർ ഈവൻ ആയിരിക്കും അല്ലേ? ഈവൻ ഇൻറ്റു ഓഡ് ചെയ്യുന്നു. വാട്ട് ഈസ് ഈവൻ ഇൻറ്റു ഓഡ്? ഈവൻ. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ബിക്കോസ് എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ ഓഡ് പ്ലസ് ഓഡ് ആണ്, വിച്ച് ഈസ് ഈവൻ. ഈവൻ ഇൻറ്റു ഇസഡ്, ഇസഡ് എന്താണ്? ഓടാണ്. ഈവൻ ഇൻറ്റു ഓഡ് എന്ത് കിട്ടും? ഓഡ് കിട്ടും. ഓക്കെ, സോറി, ഈവൻ ഇൻറ്റു ഓഡ് എന്ത് കിട്ടും? ഈവനേ കിട്ടുള്ളൂ. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ട്രൂ ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2, ദാറ്റ് ഈസ് ഓപ്ഷൻ സി, 1 and 2. ഓക്കെ, ഇവിടെ ഒന്നും നമ്മൾ നമ്പർ യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനും വരുന്നില്ല. നമ്മൾ പഠിച്ച ബേസിക് കൺസെപ്റ്റ്. ഓഡ് ഇൻറ്റു ഓഡ്, ഓടേ തരുവുള്ളൂ. ഓഡ് വെച്ച് നമ്മൾ എത്ര മൾട്ടിപ്ലൈ ചെയ്താലും അല്ലേ, ഓടേ തരുവുള്ളൂ. ഓഡ് നമ്പേഴ്സ് നമ്മൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓഡ് ഇൻറ്റു ഓഡ്. അതിപ്പോൾ 3 ഓഡ് നമ്പർ ആയാലും 4 ഓഡ് നമ്പർ ആയാലും 5 ഓഡ് നമ്പർ ആയാലും പ്രോഡക്റ്റ് ഓടേ കിട്ടുകയുള്ളൂ. ഇനിയും ഓഡ് പ്ലസ് ഓഡ് ഈവൻ ആണ്. ഈവൻ ഇൻറ്റു ഓഡ്, ഈവൻ ഇൻറ്റു എനിത്തിങ് ഈസ് ഈവൻ. അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഈവൻ ഇൻറ്റു എനി നമ്പർ ഈസ് ഈവൻ. എനി നമ്പർ ഇൻ ദ സെൻസ് ഈവൻ ഇൻറ്റു എനി നാച്ചുറൽ നമ്പർ ഈസ് ഈവൻ, അല്ലെങ്കിൽ ഈവൻ ഇൻറ്റു എനി ഇൻറ്റിജർ ഈസ് ഈവൻ. ഓക്കെ, ഈവൻ ഇൻറ്റു എനി ഇൻറ്റിജർ നമുക്ക് എന്തേ തരുവുള്ളൂ? ഈവനേ തരുവുള്ളൂ. ദാറ്റ് മീൻസ് യെസ്, സ്റ്റേറ്റ്മെന്റ് 1 and 2 ബോത്ത് ആർ എന്ത്? ട്രൂ. ഓക്കെ, നൗ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. Devi typed numbers starting from 1 till 50. Then she realized that key for 2 was not working. Then what is the total number of digits typed by her? ഓക്കെ, 1 തൊട്ട് 50 വരെ ഡിജിറ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദേവി അറിയുന്നത് 2 വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അറിയാം, ചില കീബോർഡ്, പ്രത്യേകിച്ച് ലാപ്ടോപ്പ് ആണെങ്കിൽ ചില കീസൊക്കെ വർക്ക് ചെയ്യാതിരിക്കും അല്ലേ? ചിലതൊക്കെ വർക്ക് ചെയ്യില്ല, നമുക്കും അറിയാം വർക്ക് ചെയ്യില്ലെന്ന്. ഓക്കെ, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഞാനടക്കം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കേസാണ്. ചിലപ്പോൾ കീ വർക്കാവില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് ടൈപ്പ് ചെയ്യും. ദേവിയും അതുപോലെ ടൈപ്പ് ചെയ്ത് അവസാനം വന്നപ്പോഴാണ് അറിഞ്ഞത് 2 ടൈപ്പ് ചെയ്തില്ലെന്ന്. 2 ടൈപ്പ് ചെയ്തില്ലെന്നല്ല, 2 വർക്കായില്ലെന്ന്. തീർന്നു അല്ലേ? വീണ്ടും ആദ്യം തൊട്ട് ടൈപ്പ് ചെയ്യണ്ടേ? പക്ഷെ നമുക്കതൊന്നും നോക്കണ്ട. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദെൻ എത്ര ഡിജിറ്റ് ടോട്ടലി ടൈപ്പ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കിയാലോ? നമുക്ക് ഡിജിറ്റ് 1 തൊട്ട് 50 വരെ ടൈപ്പ് ചെയ്താൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. 1 തൊട്ട് 50 വരെ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 തൊട്ട് 9 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 9 ഡിജിറ്റ്സ്. നൗ 10 തൊട്ട് 19 വരെ എത്ര ഡിജിറ്റ്സ്? 20 ഡിജിറ്റ്സ്. ഓക്കെ, സിമിലർലി 20 to 29 എത്ര ഡിജിറ്റ്സ്? 20. അടുത്തത് 30 to 39 എത്ര ഡിജിറ്റ്സ്? 20. അടുത്തത് 40 to 49 എത്ര ഡിജിറ്റ്സ്? 20. ഇവിടെ 15 കൂടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ടു ഗോ ഫോർ 50. 50ൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എല്ലാം എന്താണ്? 20 20 20. മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പം 1 to 50 എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കിട്ടും. നമുക്ക് നോക്കാം. 20 40 60 80 80 to 91. 91 ഡിജിറ്റ്സ് ഉണ്ട് ടോട്ടൽ 1 to 50 വരെ. ഇതിനകത്തിൽ 2 വരുന്ന ഡിജിറ്റ് ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. 2 വരുന്ന ഡിജിറ്റ് ഏതൊക്കെയാണ്? 1 തൊട്ട് 50 വരെ 2 വരുന്ന ഒരു 2 ഉണ്ട്. ദെൻ 12 ഉണ്ട്. 20 21 22 23 24 25 26 27 28 29 32 42. ഇതിനകത്ത് ഇത്രയും 2 എത്ര 2 ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അത്രയും 2 എന്ത് ചെയ്തിട്ടില്ല? ടൈപ്പ് ചെയ്തിട്ടില്ല. സോ നോക്കാം. 1 2 3 4. ഇവിടെ 2 2 ഉണ്ട്. 22ൽ 2 2 ഉണ്ട്. മിസ്സാക്കരുത് അത്. സോ 4 5 6 ദെൻ 7 8 9 10 11 12 13 14 15 2 മിസ്സായി. ഓക്കെ, സോ ടോട്ടൽ 91 ഡിജിറ്റ് ഉണ്ടായിരുന്നു. അതിൽ 15 2 മിസ്സായി അല്ലേ? സോ
91 minus 15 which is 76 digits ആര് ടൈപ്പ് ചെയ്തു? 76 ഡിജിറ്റ്സ് ദേവി ടൈപ്പ് ചെയ്തു. സോ ദേവി ടൈപ്പ് ചെയ്ത ടോട്ടൽ ഡിജിറ്റ്സിൻ്റെ എണ്ണം എന്താണ്? 76. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 1 തൊട്ട് 50 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കണം. അതിന് 1 തൊട്ട് 9 വരെ 9 ഡിജിറ്റ്സ്, 10 to 19 20 digits, similarly 20 to 29 20, 30 to 39 20 digits, 40 to 49 20 digits, 1 to 50 എന്നാണ്. അപ്പോൾ 50യും കൂടെ കൺസിഡർ ചെയ്യണം. അതിനൊരു 2 ഡിജിറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ അത് വിട്ടുപോകും നമ്മൾ. ഓപ്ഷനിൽ ചിലപ്പം 74 ഉണ്ടാവും, ചിലപ്പോൾ അത് കൊടുക്കും നമ്മൾ. അത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം. നൗ ടോട്ടൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ ടോട്ടൽ 91 ഡിജിറ്റ്സ്. നൗ 91ൽ എത്ര 2s ഉണ്ടെന്ന് നോക്കണം. ഈ 91 ഡിജിറ്റ്സിൽ എത്ര 2s ഉണ്ട് എഴുതി നോക്കുക. 2, 12, 20, 21 അങ്ങനെ 42 വരെ എഴുതി. സോ ടോട്ടൽ 15 2s ആർ ദർ. എത്ര 2s ഉണ്ട്? 15. സോ ഇത്രയും 2s ടൈപ്പ് ചെയ്തിട്ടില്ല. സോ 91ൽ നിന്ന് ഈ 15 കുറയ്ക്കുക. യു വിൽ ബി ഗെറ്റിംഗ് 76 ഡിജിറ്റ്സ് ആണ് ദേവി ടൈപ്പ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, 76 ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. യെസ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് പി ആൻഡ് ക്യൂ. പി പ്രൈമും ക്യൂ കോമ്പോസിറ്റുമാണ്. പി എന്താണ്? പി ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ക്യൂ ഈസ് എ composite number. Statement 1, P into Q can be odd. Yes, P into Q can be odd. Prime 3 എടുക്കുന്നു, composite 9 എടുക്കുന്നു, 27 odd. അല്ലേ? Statement 1 is true. Q by P can be prime. Q by P can be prime. Yes, because ഞാൻ Q6 എടുക്കുന്നു, P3 എടുക്കുന്നു. 6 composite ആണ്, 3 prime ആണ്. 6/3 ചെയ്തപ്പോൾ എനിക്ക് 2 കിട്ടി, which is a prime number, അല്ലേ? That means Q by P can be prime. അല്ലേ? സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കണോ? 15/3 എടുക്കുക. 15 കോമ്പോസിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ 3 പ്രൈം, which is 5. അല്ലേ? പ്രൈം. ആൻസർ എന്ത് കിട്ടി? Q by P പ്രൈം കിട്ടി. അല്ലേ? Q by P പ്രൈം. Now P plus Q is prime. ചെക്ക് ചെയ്യാം. P plus Q is prime. ഞാൻ എന്ത് ചെയ്യുന്നു? P2 എടുക്കുന്നു. P2 പ്രൈം ആണ്. Q എന്ത് എടുക്കുന്നു? Q9 എടുക്കുന്നു. Q9 കോമ്പോസിറ്റ് ആണ്. 2 plus 9 which is 11. 11 is a prime number, അല്ലേ? 11 is a prime number. P plus Q എന്ത് കിട്ടും? P plus Q is a prime number. So എൻ്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? ട്രൂ ആണ്. P into Q can be odd. So 3 into 9 27 odd കിട്ടി. അടുത്തത് Q by P can be a prime number. Yes, ഇവിടെ 2 എക്സാമ്പിൾ. 6/3 2 പ്രൈം ആണ്, 15/3 5ഉം പ്രൈം ആണ്. അടുത്തത് P plus Q can be prime. എന്ത് ചെയ്തു? 2 plus 9 is equal to 11 പ്രൈം ആണ്. ഇനി വേറൊരു നമ്പർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ എന്ത് ചെയ്യുന്നു? 7 plus 6 എടുക്കുന്നു. 7 plus 6 which is 13 പ്രൈം ആണ്, അല്ലേ? 7 so which is 13, അല്ലേ? which is a prime number where 7 is prime. So this P, this is Q, അല്ലേ? prime plus composite. You will be getting the answer 13, which is a prime number. So all the 3, that is option D, 1, 2 and 3. Okay, ഇതാണ് question number 8. ഒരു question കൂടെ നോക്കാം. Question number 9. A, B, C and D are 4 distinct natural numbers. If the result of the expression A plus B into 0Z അല്ല, C plus D എന്നാണ്. Okay, C plus D is odd number, then which of the following statements are true? Statement 1, A and B both can be odd, C and D both can be even. Statement 3, one number among A and B will definitely be even. One number among C and D definitely will be odd. സോ ഇതിനകത്ത് ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചേർന്നാൽ നമുക്കിത് ട്രൂ ആണെന്ന് കിട്ടും? അതാണ് ക്വസ്റ്റ്യൻ. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ട്രൂ ആണെന്ന് പറയാൻ പറ്റും? ഓപ്ഷൻസ് വന്നിട്ട് 1ഉം 2ഉം കമ്പൈൻ ചെയ്താൽ ട്രൂ ആണെന്ന് കിട്ടാം. 3 and 4, all 4, none of this. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഐ വിൽ ബി ഗിവിംഗ് 1 question every day.
Okay, at the end of the session, I will give one question per day so that you can practice accordingly. Okay, so that's all for today. Thank you all.